ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 38 അധ്യായത്തിൽ യഹൂദയുടെ പാപങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവചനത്തിൽ എന്തിനാണ് പാപങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ മറ്റുള്ളവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് വിശ്വാസികളുടെ ജീവിതത്തിൽ, ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പാപങ്ങൾ വരുവാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. യോസഫ് എന്ന ഉത്തമ ഭക്തന്റെ സഹോദരന്മാരിൽ ഒരുവനായ യഹൂദയുടെ ജീവിതത്തിൻ്റെ പാപങ്ങൾ നാം കഴിഞ്ഞ ഭാഗത്തിൽ 38 അധ്യായം മുതൽ ചിന്തിച്ച് തുടങ്ങിയതാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 292 എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. യഹൂദയുടെ പാപത്തിലേക്കുള്ള വീഴ്ചയുടെ പടികൾ നാം കഴിഞ്ഞ ഭാഗം മുതൽ ഓർത്ത് തുടങ്ങിയതാണ്. ഒന്നാമത്തെ വീഴ്ചയുടെ പടി നാം കണ്ടത് 1-ാം വാക്യത്തിലാണ്. അക്കാലത്ത് യഹൂദ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീര എന്നു പേരുള്ള ഒരു അതുല്യാമൻ്റെ അടുക്കൽ ചെന്നു. ഇവിടെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോയി താൻ കൂടെ ഉൾപ്പെട്ട ഒരു പാപത്തിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തി അനുദപിച്ച് മറ്റൊരു തരത്തിൽ ജീവിക്കേണ്ടിയിരുന്ന യഹൂദ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകാതെ മറ്റൊരു ശരിയല്ലാത്ത സ്ഥാനത്തേക്ക് പോകുന്ന ചരിത്രമാണ് ദൈവത്തിൻ്റെ വചനം കാണിച്ചു തരുന്നത്. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നാൽ വരുവാൻ അനുവാദമില്ല. വളരെ ശ്രദ്ധയോടെ വേണം നാം ജീവിക്കുവാൻ. എന്നാൽ വന്നാൽ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്ന് അനുദപിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യഥാസ്ഥാനപ്പെടേണ്ടതിനു പകരം മറ്റിടങ്ങളിലേക്ക്, ലോകത്തിൻ്റെ ആശയങ്ങളിലേക്ക്, ലോകമനുഷ്യർ ഇരിക്കുന്ന ഇടങ്ങളിലേക്ക്, ജഡത്തിൻ്റെ പ്രവൃത്തികളുള്ള സ്ഥാനത്തേക്ക് പോയാൽ അനേക പാപങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളും നാം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നാം ഓർത്ത വിഷയമാണ്. തുടർന്ന് നാം രണ്ടാമത്തെ കാര്യം എന്താണ് യഹൂദയുടെ പാപത്തിൻ്റെ പടിയായിട്ടുള്ളത് എന്ന് ഉൽപ്പത്തി പുസ്തകം 38 അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഹീര എന്നു പേരുള്ള ഒരു അതുല്യാമൻ്റെ അടുക്കൽ ചെന്നിട്ട്, തുടർന്ന് 2-ാം വാക്യം ശ്രദ്ധിക്കുക. അവിടെ ശൂവ എന്നു പേരുള്ള ഒരു കനാന്യൻ്റെ മകളെ കണ്ടു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു കനാന്യ കന്യകയെ തൻ്റെ ഭാര്യയായിട്ട് എടുക്കുന്ന വസ്തുതയാണ്. വാസ്തവത്തിൽ ഇത് ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ളതും ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ളതുമാണ്. വാസ്തവത്തിൽ ഇവരുടെയൊക്കെ പിതാക്കന്മാരെ ശ്രദ്ധിച്ചാൽ അവരുടെ ഭവനങ്ങളിൽ കനാന്യ കന്യകമാർ വരരുത്, ദൈവമില്ലാത്തവരുമായി തങ്ങളുടെ കുടുംബങ്ങളിൽ ഇണയില്ലാപ്പിണ ഉണ്ടാകരുത്, വിവാഹബന്ധം ഉണ്ടാകരുത് എന്നുള്ളത് നിർബന്ധപൂർവം കണ്ടിരുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, അവിശ്വാസികളുമായി വിശ്വാസികൾ ഇണയില്ലാപ്പിണ കൂടരുത്, വിവാഹബന്ധം പാടില്ല എന്ന് സ്വർഗത്തിലെ ദൈവം കൽപ്പന നൽകുമ്പോൾ അതിൻ്റെ പിന്നിൽ എത്രയോ കാരണങ്ങൾ നാം കണ്ടതും കാണാത്തതുമായിട്ടുണ്ട് എന്നുള്ളത് മറക്കുവാൻ പാടില്ലാത്ത വിഷയമാണ്. ഒരു കാര്യം ഉറപ്പിക്കട്ടെ, സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം അരുത് എന്ന് നമ്മോട് പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഉത്തരങ്ങൾ ദൈവത്തിനുണ്ട്. ഒരുപക്ഷെ മാനുഷികമായ ബുദ്ധിയിൽ നിന്ന് നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. എന്നാൽ സർവജ്ഞാനിയായ ദൈവത്തിന് ദൈവമക്കൾ ദൈവത്തിന് വിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങളുടെ അനന്തരഫലം വളരെ ദോഷകരമായിരിക്കുമെന്ന് അറിയാവുന്നവനാണ്. നമുക്ക് താൽക്കാലികമായത്
കാണുവാൻ കഴിയുന്നത്. വചനം വെളിപ്പെടുത്തി തരുന്നത് അത്രമാത്രമേ അറിയുകയുള്ളൂ. നമ്മുടെ ബുദ്ധി ദൈവത്തിൻ്റെ ബുദ്ധിയുടെ മുൻപിൽ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര തരത്തിൽ എത്രയോ ചെറുതാണ്. അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമാണ്. സകലത്തിൻ്റെയും ആരംഭത്തിൽ തന്നെ അവസാനത്തെ അറിയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളമോ നമ്മുടെ അറിവത്ര പരിമിതമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ പിതാമഹന്മാർക്കുണ്ടായിരുന്ന വലിയ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ട് മുൻപിലേക്ക് ചെല്ലുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, കനാന്യ കന്യകമാരോടൊപ്പം അവരുടെ ആചാരങ്ങൾ, അവരുടെ വിഗ്രഹങ്ങൾ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അതൊക്കെ അവർ കൊണ്ടുവരും എന്നുള്ളതിന് യാതൊരു സന്ദേഹവുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വ്യക്തമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവ് അരുത് എന്ന് പറയുന്ന ഇടങ്ങളിൽ നിന്ന് വിവാഹബന്ധം കൂടുമ്പോൾ ഓർക്കുക, തൽക്കാലം നന്ന് എന്ന് തോന്നിയേക്കാം. തൽക്കാലം അതിനെ പല വാക്യങ്ങളൊക്കെ കോട്ടി നമുക്ക് ന്യായീകരിച്ചുവെന്ന് വരാം. ഞങ്ങൾക്കിപ്പോൾ കുഴപ്പമില്ല, സമാധാനമായിരിക്കുന്നുവെന്നൊക്കെ താൽക്കാലികമായി പറഞ്ഞുവെന്ന് വരാം. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, മനുഷ്യർ മറന്നാലും പാപത്തെ വിട്ട് കളയുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ആരൊക്കെ ന്യായീകരിച്ചാലും എന്തെല്ലാം ഉപശാന്തികൾ പറഞ്ഞാലും ദൈവത്തിന് വിരുദ്ധമായവ, ദൈവകൽപ്പനയുടെ ലംഘനം, അത് ദൈവം പൊറുക്കുന്നതല്ല. ദൈവസന്നിധിയിൽ ഏറെ കുറ്റമുള്ള വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങളിൽ ദൈവഹിതത്തിന് വിരുദ്ധമായി യാത്ര ചെയ്യുവാൻ നമുക്ക് ഇടയാകരുത്. എന്തെങ്കിലും വീഴ്ചകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണുനീരോടുകൂടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യഥാസ്ഥാനപ്പെടാനായിട്ട് കഴിയണം. എന്നാൽ ഇവിടെ ഇതാ യഹൂദായുടെ ജീവിതത്തിൽ അവൻ പാപത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുക. കർത്താവിന് അതെത്രമാത്രം ദുഃഖകരമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ചെയ്യുന്ന പാപങ്ങൾ ദൈവത്തിന് എന്തുമാത്രം പ്രയാസമുണ്ടാക്കുന്നു എന്നുള്ളത് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? കാൽവറിയുടെ ക്രൂശിൽ പ്രാണൻ തന്നാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. അതിലും ഉപരിയായിട്ട് നമുക്ക് വേണ്ടി നൽകാൻ ഒന്നും ഇല്ലായിരുന്നു. ഏറ്റവും വിലയുള്ള പ്രാണൻ, ക്രിസ്തുവിൻ്റെ, യേശു കർത്താവിൻ്റെ പ്രാണൻ മറുവിലയായി പിതാവാം ദൈവത്തിന് കൊടുത്തുകൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തത്. പ്രിയപ്പെട്ടവരെ, ആ വീണ്ടെടുപ്പിൻ്റെ വിലയായ നമ്മൾ എത്രമാത്രം കരുതി തന്നെ ജീവിക്കേണ്ടവരാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വരുവാൻ ഇന്നത്തെ ചിന്തകൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തമ്പുരാൻ അങ്ങയെ അനുഗ്രഹിക്കട്ടെ.